ഒലിച്ചേ മക്കള് വന്നേ കൊയ്തെടുത്തേ തമ്പ്രന്റെ മക്കള് കൊയ്തെടുത്തേ പെണ്ണിനെ കണ്ടേ പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം. ഹായ്, അപ്പോൾ എല്ലാവർക്കും വിജയ് ടാങ്കിൾ ടോക്സിന്റെ കോമിക് നറേറ്റീവ് എന്ന് പറയുന്ന സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡല്ല, ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് രാവിലെ ശ്രീനിവാസൻ സാർ നമ്മളെ വിട്ടുപോയത്. സോ സഡൻലി ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 10 ക്യാരക്ടേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഈ 10 ക്യാരക്ടേഴ്സ് അത്ര ഈസി ആയിരുന്നില്ല എടുക്കാൻ. ഒരുപാട് ഡൈമെൻഷൻസ് ഉള്ള ക്യാരക്ടേഴ്സ്, ഡെപ്ത് ഉള്ള. സോ ഈസ് എ ലെജൻഡ്. പുള്ളിയുടെ കോമിക് നറേറ്റീവ് ആണ്, അതാണ് എൻ്റെ സീരീസിന്റെ പേര്. ഒരുപാട് വൈകിക്കുന്നില്ല, ഞാൻ വീഡിയോയിലോട്ട് കയറുകയാണ്. ഈ 10th പൊസിഷനിൽ ഞാൻ എടുത്ത ക്യാരക്ടർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ബുദ്ധിമുട്ടിയാണ് അത് സെലക്ട് ചെയ്യാന്നുള്ളത്. കാരക്കൂട്ടിൽ ദാസൻ, ഗോളാന്തര വാർത്ത എന്ന മൂവിയിൽ ശ്രീനിവാസൻ സാർ തന്നെ എഴുതി സത്യനന്ദിക്കാട് ഡയറക്ട് ചെയ്ത മൂവിയിലെ കാരക്കൂട്ടിൽ ദാസൻ ഊണെങ്ങനെ സാധാരണ അങ്ങനെ ഊണായിട്ടൊന്നുമില്ല, വല്ല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്ന് ചുട്ട് തിന്നും. ഒരു പ്രത്യേക ജീവിതമല്ലേ. ഓക്കെ, 9th പൊസിഷനിൽ ഈ ഹാജിയാറായിട്ട് കിളിച്ചുണ്ടമ്മാമ്പഴത്തിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് കുറെ തഗ് ഡയലോഗ്സുകളും. രാജവമ്പാല ഔത്തിരുന്ന് സിനിമ കാണുന്നു, വേണമെങ്കിൽ കൂടെ പോയിരുന്ന് കണ്ടോളി. ഉണ്ടില്ല ഉണ്ണാൻ ഇലയിട്ടിട്ട് ചെന്ന് വിളമ്പി കൊടുക്കും. എല്ലാവരും ഇപ്പൊ ട്രോളിലൊക്കെ വന്ന സമയത്ത് ഒരു ഉമ്മ കൊടുക്കാൻ പാടില്ല എന്നൊന്നും നിന്റെ ഉപ്പ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ ദേഹത്ത് തൊട്ടപ്പമായി സമയത്ത് കള്ളപ്പന്നി. ഇതിനകത്ത് തന്നെ ഇലന്തലക്കാരൻ എന്ന് പറഞ്ഞ ജഗതിയുടെ ക്യാരക്ടറുണ്ട്, മന്ത്രവാദി. ഇപ്പൊ മന്ത്രവാദത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു ഹാജിയാര് ഈ തിരിച്ചടിക്കണ ജാതി എന്ന് പറഞ്ഞിട്ട് ജഗതി ഒരു തേങ്ങ എടുത്തെറിയും. തിരിച്ചടിക്കാൻ ഈ ഇരുന്തലക്കാട സമ്മതിക്കില്ല. എറിയുന്ന സമയത്ത് ഇത് ഒരു തുണി കൊണ്ടിട്ട് സമയത്ത് തിരിച്ചടിക്കണ ജാതി തന്നെ നമുക്കിപ്പോ പെരുത്ത് വിശ്വാസമായിരുന്നു. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്ത് വിശ്വാസായി. 8th പൊസിഷനിൽ ചന്ദ്രലേഖയിലെ നൂറുദ്ദീൻ എന്ന് പറയാൻ നല്ലൊരു കമ്പനിയുടെ CEO ആയിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. ആ സമയത്ത് മോഹൻലാലിന് പകരമാണ് പോണത്. അപ്പൊ മോഹൻലാൽ ഇങ്ങനെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷർട്ട് പൊക്കുമ്പോൾ ഒരു കയർ ഇങ്ങനെ അരക്കിട്ടും കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കയറ് പിടിച്ച് അഴിക്കുമ്പോ പാന്റ് ഉരുപ്പോവും. മോഹൻലാലിന്റെ ഒരു കൗണ്ടർ ഉണ്ട്, കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന. സോ അതുപോലെ തന്നെ ജ്യൂസ് കൊണ്ടുവരുമ്പോ ജ്യൂസ് കുടിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ നന്നായി എസൻസ് പിഴിഞ്ഞിട്ടില്ല, മധുരം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹമക്കിനോട് ചെന്ന് പറ ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ പറഞ്ഞു കൊടുക്കാം നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. അപ്പുകുട്ടൻ ഒരു ടൈമിൽ ചോദിക്കും, നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. പറയും ഉണ്ടല്ലോ നമ്മുടെ മാമ എന്ന് പറയും. നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടാ? ഉണ്ടല്ലോ നമ്മളെ മാമ. അപ്പം 7th പൊസിഷനിൽ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാല് സന്മനസ്സുള്ള സമാധാനത്തിലെ CI ആണ് രാജേന്ദ്രൻ. അതായത് മോഹൻലാലിന്റെ ക്യാരക്ടറായ ഹൗസ് ഓണറിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പൊ ഇതില് മോഹൻലാല് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി ചെന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ വീട്ടുകാരെ കുറിച്ച്. അതില് പോലീസ് പുല്ലാണെന്ന് പറഞ്ഞു, പോലീസിന് വിലയില്ല, നിങ്ങളൊക്കെ പുല്ലാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ വരുമ്പോ തന്നെ ഒരു ജീപ്പിന്ന് പുള്ളി തന്നെ ഓടിക്കുകയാണ്. ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ജീപ്പിന്ന് പുള്ളി നിർത്തുന്നതിന് മുമ്പ് ചാടി ഇറങ്ങി നേരെ വന്ന് കോളിംഗ് ബെല്ലടിച്ച് KPS ലളിതയാണ് അമ്മ ക്യാരക്ടർ ഇറങ്ങി വരുമ്പോ ഇങ്ങോട്ട് ഇറങ്ങിക്കാൻ നിങ്ങളാണോ പോലീസ്? പുള്ളി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ലാത്തി കൊണ്ട് ഒറ്റയ്ക്ക് മോഹൻലാല് പിടിച്ചു മാറ്റും. ആ സീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സത്യനന്ദിക്കാട് തന്നെ ഒരു എവിടെയോ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ ചിരിക്കുകയാണ് അത് കണ്ടിട്ട്, ചിരി കൺട്രോൾ ചെയ്യാണ്. സോ അതിൽ തന്നെ പുള്ളി പാടി അഭിനയിച്ചിട്ടുണ്ട്, പുള്ളി ഡാൻസ് ചെയ്യുന്നുണ്ട്, പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് റൊമാൻറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ചിരി വരും, എനിക്ക് ചിരി വരും. 6th പൊസിഷനിൽ ചക്കച്ചാൻ പറമ്പിൽ ജോയി ഫ്രണ്ട്സ് സിനിമയില് ഇവരുടെ ഫ്രണ്ട്സാണ്. അരവിന്ദന്റെയും ചന്തുവിന്റെയും അഗാധമായ ഫ്രണ്ടാണ്. ഈ ലിസ്റ്റിൽ ഞാൻ ഈ സീൻ 6th വരാനുള്ള കാരണം, ഈ ക്യാരക്ടർ വരാനുള്ള കാരണം ഒരൊറ്റ ചിരിയാണ്. ഏത് ചിരിയാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
ജനാർദ്ദനൻ കുമ്മായത്തിൽ വീണിട്ട് എണീറ്റ് വരുമ്പോ മീനയുടെ ക്യാരക്ടർ ചിരിച്ചുകൊണ്ടിരിക്കും, പപ്പിക്കുട്ടി. അപ്പൊ എല്ലാരും ചിരിച്ച് ജനാർദ്ദനും ചിരിക്കും. ഇതെല്ലാം ചിരിച്ചു കഴിഞ്ഞിട്ട് ഒരാൾക്ക് മാത്രം ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് സിറ്റുവേഷൻ നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ആ ചിരി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണാം. ആ ചിരി മാത്രം കൊണ്ട് നമ്മൾ ചിരിക്കും. ഒരു ഡയലോഗും ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് പുള്ളി ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പുള്ളി സ്വപ്നം കാണുമ്പോ ചെമ്പകം പക്കത്തില് വാ ചെമ്പകം വന്നൊരു കിസ് കൊടു, നീ അപ്പഴേ വന്ന് ഒരു കിസ് കൊടു പറഞ്ഞിട്ട് ജഗത ചവിട്ടുമ്പോ കട്ടിലിന്ന് ഉരുണ്ട് വീണിട്ട് അവിടെ കിടന്നിട്ട് ഞങ്ങൾ കൊക്കയില് വീണു. ജഗതയ്ക്ക് ഞങ്ങളാരാ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും പിന്നെ സ്വപ്നത്തിലെ അടുത്തത് തളത്തിൽ ദിനേശനാണ് ഈ കൂട്ടത്തിലെ ഓജി എന്ന് പറഞ്ഞ പുള്ളി തന്നെ ഡയറക്ട് ചെയ്ത സിനിമയാണ്. ആ ക്യാരക്ടർ അങ്ങനെ ചിരിക്കുന്ന ഒരു ക്യാരക്ടറല്ല അത്. അതായത് കോമഡി ലൈഫിൽ പറയാത്തൊരു മനുഷ്യൻ ഭാര്യയ്ക്ക് കോമഡി ഇഷ്ടമാണെന്ന് മനസ്സിലായിട്ട് അത് ബലിതബന്ധുക്കളിൽ വായിച്ച് പഴയ കോമഡി പ്രസ് ചെയ്തിരുന്നപ്പോ തോന്നിയതാണെന്നും പറഞ്ഞിട്ട് വന്ന് ഭാര്യയോട് പറഞ്ഞിട്ട് ഭാര്യ ചിരിക്കുന്നില്ല. ഭാര്യയ്ക്ക് പണിയുണ്ടെന്ന് പറഞ്ഞ മുമ്പ് ഈ കോമഡിയോടെ കേട്ടിട്ട് നീ പോയാൽ മതി എന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പിന്നെയും കോമഡി പറഞ്ഞ് ചിരിക്കുന്ന ഒരു ക്യാരക്ടർ. ഇതെന്തായാലും ശോഭക്ക് ചിരി വരും, ഭയങ്കര തമാശ. എനിക്ക് തുണി കഴുകണം, അമ്മയ്ക്ക് ദേഷ്യം വരും എന്ന് വെച്ചാൽ എങ്ങനെയാ? ഇത് കൂടി കേട്ടിട്ട് പോയാൽ മതി. ഇതും എനിക്കിപ്പോ പ്രസിൽ വെച്ച് തോന്നിയ വേറൊരു തമാശയാണ്. അസാധ്യം. അത് എങ്ങനെയാണ് എഴുതി, അതുകൊണ്ടാണ് പുള്ളി ലെജൻഡ് ആവുന്നത്. സോ അതിൽ തന്നെ പുള്ളി ഫോട്ടോ എടുക്കുന്ന സീനുണ്ട്. ഒന്ന് ചിരിച്ചേ. സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് പുള്ളി കോംപ്ലക്സ് കൊണ്ടിട്ട് ഇങ്ങനെ എത്തി വലിഞ്ഞിങ്ങനെ നോക്കുന്ന ഒരു സീനുണ്ട്. ബൈജു അനിയനാണ്. ബൈജുവിന്റെ ക്യാരക്ടർ വന്നിട്ട് എന്തോ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ഇവനെ കണ്ട് എണീക്കുമ്പോൾ ഇവൻ അനിയനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കുറെ നാൾക്ക് ശേഷം കാണുന്നത്. ആദ്യം ചിരിക്കുകയാണ് ചെയ്യണം, പക്ഷെ പെട്ടെന്ന് ആലോചിക്കും ദൈവമേ ഞാൻ കല്യാണം കഴിഞ്ഞു, ഇനി എനിക്ക് ഇവളുടെ മുമ്പിൽ ആളാവണം എന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് സീരിയസ് ആയിട്ട് ചോദിക്കുന്ന പറഞ്ഞ ചോദ്യങ്ങളുണ്ട്. നീ എപ്പോൾ വന്നു ഉച്ചയ്ക്ക്? നിന്റെ ജോലിയും താമസവും ഒക്കെ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴാണ് നിന്റെ മടക്കയാത്ര? നീ നിന്റെ ചേട്ടത്തി അമ്മയെ പരിചയപ്പെട്ടില്ലേ? നിനക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു. ശോഭേ, അതുപോലെ തന്നെ സംശയം കൊണ്ടിട്ട് പുള്ളി അടുത്ത ഒരു ലോഡ്ജിൽ പോയിട്ട് അവിടെ റൂം എടുക്കും. അപ്പൊ അവിടെ റൂം എടുക്കുന്ന റിസപ്ഷനിസ്റ്റിനോട് പുള്ളി പറയുന്നത്, എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം മധ്യഭാഗത്തായിട്ട് ജനലിലൂടെ നോക്കിയാൽ എന്റെ വീട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മുറി കിട്ടിയ തിരക്കെടുത്ത്. അപ്പൊ റിസപ്ഷനിസ്റ്റ് പറയും സാറിന് തെക്കേറ്റത്തെ മുറി വരെ അവിടെ നല്ല കാറ്റുണ്ടെന്ന്. എനിക്ക് അത്ര കാറ്റ് ആവശ്യം വരില്ല. സ്വന്തം വീട്ടിൽ താല്പര്യമാറ്റം കണ്ടിട്ട് പുള്ളി ഒരു ഒലക്ക ഒന്ന് ചോദിക്കും. ഒരു ഒലക്ക കിട്ടുമോ? എന്നിട്ട് സ്ലോ മോഷനിൽ ഇങ്ങനെ കാല് വെച്ച്, അത് മീമിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇങ്ങനെ നടന്ന് പുള്ളി പോകും. പാർവതിയുടെ അച്ഛനായിരിക്കും വന്നിട്ടുണ്ടാവുക. അച്ഛനെ ആള് മാറി തല്ലും. തല്ലിയിട്ട് അച്ഛനാണെന്ന് മനസ്സിലാകുമ്പോൾ പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അച്ഛൻ എപ്പോ വന്നു? വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങള്? സോ ഫോർത്ത് പൊസിഷനില് ഷൺമുഖൻ. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ എന്ന് പറഞ്ഞ് പരിതപിക്കുകയാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ. ഒടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. ഷൺമുഖൻ ഈസ് മൈ ഫേവറേറ്റ്. അതിൽ മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ. അപ്പൊ തേർഡ് പൊസിഷനിൽ വരുന്നത് പ്രഭാകരൻ എന്ന് പറഞ്ഞാല് ഈ സന്ദേശം മൂവിയിലെ പ്രഭാകരൻ. സന്ദേശമാണ് എനിക്ക് പുള്ളിയുടെ റൈറ്റിംഗ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി. സോ ഇതില് തേർഡ് പൊസിഷനിലാണ് ആ ക്യാരക്ടർ വരുന്നത്, പ്രഭാകരൻ. പ്രഭാകരൻ RDP എന്ന് പറയുന്ന പാർട്ടിയുടെ തോറ്റിരിക്കുന്ന സമയത്തുള്ള ഇത് വെച്ചിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട്, പുള്ളിയുടെ ആശയങ്ങളുണ്ട്, ഇന്നും റെലവെന്റ് ആണ്. എനിക്ക് ഇതിൽ രാഷ്ട്രീയം സംസാരിക്കാൻ താല്പര്യമില്ല, ബട്ട് ഇന്നും പുള്ളി അന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും ഇന്നും റെലവെന്റ് ആണ്. ഈ കോണ്ടെക്സ്റ്റിൽ ഇനി നടക്കാൻ പോകുന്ന ഇലക്ഷനും ഒക്കെ അന്ന് സംസാരിച്ച സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി അന്ന് പറഞ്ഞതൊന്നും ഒന്നും മാറിയിട്ടില്ല. സോ ഇന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതില് പെണ്ണ് കാണാൻ പോകുന്ന സീനുണ്ട്.
അപ്പൊ പെണ്ണിന്റെ അടുത്ത് ഹൗവ ബീച്ചോ അതെന്ത് ബീച്ചാണ്? അതേതെങ്കിലും ഫോറിൻ ബീച്ചായി. ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. ലാസ്റ്റ് പെണ്ണിന്റെ അച്ഛൻ മാറ്റി നിർത്തി ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ക്യാരക്ടറിനെ ചീത്ത പറയുന്ന സമയത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തിരിച്ചുമ്പോൾ ലഡു എന്നുകൊണ്ടിരിക്കും പ്രഭാകരൻ ചോദിക്കുക എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും. അത് എനിക്ക് മെയിൻ ഇഷ്ടം ഈ തീൻമേശയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഈ പ്രകാശനും പ്രഭാകരനും കൂടെ തർക്കിക്കുന്ന സീനുണ്ട്. ഈ സീനിൽ പ്രകാശൻ കൈയും കഴുകി അങ്ങനെ പോണ്ട്. അപ്പൊ ആരും അത്ര നകളിക്കൊന്നും വേണ്ട. IMF നമ്മളെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ച് രണ്ടുപേരും സംസാരിക്കുന്നു. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റ് സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. മനസ്സിലാക്കി? ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിൽ. മറ്റേ ഫേമസ് ഡയലോഗ് വരുന്നു. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. എനിക്കത് ഇഷ്ടമല്ല. കോണ്ടാക്ട് ബേസ് ആണെങ്കിലും പുള്ളി എഴുതിയ സിനിമകൾ എനിക്ക് ഏറ്റവും ഇഷ്ടം സന്ദേശമാണ്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ ഉദയനാട് താരത്തില് രാജപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ രാജപ്പൻ സരോജ് കുമാർ ആയതാണ് ആ സ്റ്റോറി. നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തെളിച്ച് പറയണ്ട കുട്ട. പുള്ളി ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സിന് എഴുതിയ ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ എല്ലാ ക്യാരക്ടേഴ്സിനും സ്പേസ് കൊടുത്തിട്ടാണ് എഴുതിയേക്കുന്നത്. ഞാൻ സ്നേഹിക്കുന്നത് കലയെ. ഏത് കലയെ? ആ കല ഞാൻ സരോജിൽ കാണുന്നു. ഓ, ആ കല. വൺ ഓഫ് ദ ഫേവറേറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ സരോജ് കുമാർ. പെണ്ണേ എൻ പെണ്ണേ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ. ഫസ്റ്റ് പൊസിഷൻ ഓൾവേസ് വിജയനാണ്. ദാസന്റെ സ്വന്തം വിജയൻ. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തേക്ക്. പിന്നെ ഇവരുടെ ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, എടാ വിജയ. എന്താടാ ദാസ? പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സീൻ എന്ന് പറഞ്ഞാല് അവസാനം പവനായി വരുന്ന സമയത്ത് വലിയ കാര്യത്തില് ക്യാപ്റ്റൻ രാജുവിന്റെ പവനായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എടാ ദാസ ഏതാ ഈ അലവലാതി? ലുക്ക് മാൻ, ഐ ആം നോട്ട് എൻ അലബലാദി, ഐ ആം പവനായി. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എടാ, നിനക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ക്ലോറോഫോം മൂക്കി കയറ്റൂ. അവിടുത്തെ വേലക്കാരി ഇങ്ങനെ പുള്ളി ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇടി പെണ്ണെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മാസം 1000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് ഞാൻ എന്ന് പറയുന്ന സമയത്ത് അവള് ഇട്ട് താറ്റിവിടും. പുള്ളിയുടെ സിനിമകളെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഇനിയും സംസാരിക്കാണ്ട് പുള്ളി എഴുതിയേക്കുന്ന സിനിമകളെ കുറിച്ചും ഡയറക്ട് ചെയ്തേക്കുന്ന രണ്ട് പടമുള്ളൂ. രണ്ടും ഒന്നിനൊന്ന് ഗംഭീരമായ 2 പടമാണ്. പുള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ് വടക്ക് നോക്കിയ യന്ത്രം. അങ്ങനെ കുറെ അച്ചീവ്മെന്റ്സും കുറെ നല്ല മെമ്മറീസും കുറെ ഒരുപടി നല്ല ക്യാരക്ടേഴ്സിനെയൊക്കെ തന്നിട്ട് പുള്ളി നമ്മളെ ഇന്നലെ വിട്ടുപിരിഞ്ഞു 20-ാം തീയതി. അപ്പം അദ്ദേഹത്തിന്റെ കാൽക്കൽ എന്റെ കണ്ണീർ പൂക്കൾ.